ഹായ് എവരിവൺ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാവൽപ്പഴം കൊണ്ട് ചവർപ്പൊട്ടുമില്ലാത്ത രീതിയിൽ ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഞാവൽപ്പഴത്തിൻ്റെ ടേസ്റ്റിന് ഒരു ചവർപ്പുണ്ടല്ലോ ചെറുതായിട്ട്, പക്ഷേ അതിൽ ധാരാളം അയേണും ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അത് ഞാൻ ഞാവൽപ്പഴം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. അതിൽ നിന്നൊരു 15 എണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ജ്യൂസിന്. അതുകൊണ്ടൊരു 4 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം നമുക്ക്. ഞാവൽപ്പഴം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ, ചൂടാറിയ കഞ്ഞിവെള്ളം. എന്നിട്ട് അതിലേക്ക് ഇതിൻ്റെ ഫ്ലഷ് ഇങ്ങനെ നുറുക്കിയെടുക്കുക. കുരു വേണ്ട നമുക്ക്, ജ്യൂസിന് വേണ്ടി കുരു ആവശ്യമില്ല. ഈ 15 ഞാവൽപ്പഴത്തിൻ്റെയും കുരു മാറ്റിയിട്ട് ഫ്ലഷ് മാത്രം ഇങ്ങനെ എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. 10 മിനിറ്റ് നമുക്കിങ്ങനെ ഇത് കഞ്ഞിവെള്ളത്തിൽ മുക്കി വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിൻ്റെ ഈ കുരു ഷുഗറിനൊക്കെ ഏറ്റവും ബെസ്റ്റാണെന്നാണ് കേട്ടോ ആയുർവേദത്തിൽ പറയണത്. ഷുഗർ രോഗികൾ ദിവസവും 2 ഞാവൽപ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറിന് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. 10 മിനിറ്റ് കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ച ആ ഫ്ലഷ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടൊരു കപ്പ് പഞ്ചസാരയും 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഈ കളർ തന്നെ എന്ത് രസാലേ കാണാൻ, കാണുമ്പോഴേ നമുക്ക് കുടിക്കാൻ തോന്നും. പിന്നെ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി അടിച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വീണ്ടും ഒരു 3 ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ടോട്ടൽ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അപ്പം നമുക്ക് ചവർപ്പൊട്ടും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞാവൽപ്പഴം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാവൽപ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ, അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് പഴമായിട്ട് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ മടിയാവുമല്ലോ, അപ്പോൾ എല്ലാവരും ജ്യൂസായിട്ട് അവർക്ക് കൊടുത്തു നോക്കൂ കേട്ടോ. അപ്പോൾ ബൈ.